നമസ്കാരം, ഫാക്ട്സ് ആൻഡ് കട്ടിലേക്ക് സ്വാഗതം. ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന ഒരു വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവന കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഈ പ്രസ്താവന നടത്തിയത് മതനിഷേധികളെന്ന് എതിരാളികൾ ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാരുമല്ല, യുക്തിവാദികളുമല്ല. മറിച്ച് ഈ പ്രസ്താവന നടത്തിയത് സി കേശവൻ എന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയുമായിരുന്നു. സി കേശവൻ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇന്ന് കോൺഗ്രസ് എത്തിച്ചേർന്ന അങ്ങേയറ്റം മലിനമായ ഒരു ചളിക്കുഴിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. KPCC പ്രസിഡന്റിൻ്റെ വീട്ടിലും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ അദ്ദേഹത്തിൻ്റെ കസേരയിലും ന്യൂഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലുമൊക്കെ കൂടോത്രം കണ്ടെടുത്തിരിക്കുന്നു. ദിനേശ് വർമ്മ, എന്താണ് ഈ മേഖല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദുർമന്ത്രവാദം, ഈ ആഭിചാരം, ഉച്ചാടനക്രിയ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ഒരു സംഭവം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇത് നടത്തിയതും അതിൻ്റെ ഇരകളെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കാരണം അതിന് ഫലം ഉണ്ടെങ്കിൽ നമ്മൾ ഇരകളുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് വാസ്തവത്തിൽ ഇതിനകത്ത് 2-3 വശങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു കോമഡി തലത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഈ കൂടോത്രമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന നേതാക്കന്മാരെല്ലാം വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പലരും. എന്നുവെച്ചാൽ നേരത്തെയും കൂടോത്രം വെച്ച ആൾക്കാർ, പിന്നെ അതിനുവേണ്ടി ശ്രമിച്ച ആൾക്കാരെല്ലാം മിനിമം +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിരുദമുള്ള ആൾക്കാരാണ്. ഇവരാണ് ഇതിൽ പൂർണ്ണമായിട്ടും. ഇവർ വാസ്തവത്തിൽ ഇത് ആരെങ്കിലും പറയുന്ന തട്ടിപ്പൊന്നുമല്ല, ഇത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. അതായത് മറ്റൊരാളുടെ സ്ഥാനം തെറിപ്പിക്കാൻ ഇത്തരം ഗ്രൂപ്പ് യുദ്ധമൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ പിന്നെ അവസാന കൈ എന്നുള്ള നിലയ്ക്ക് കൂടോത്രം വയ്ക്കുകയാണ്. ഈ അവിടുത്തെ കാലത്ത് ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അവിടെ കൊണ്ടുപോയി കൂടോത്രം വെച്ചു, അവിടുത്തെ മന്ത്രിസഭ പൊളിക്കാൻ വേണ്ടി കൂടോത്രം വെച്ചു. ഇവിടെ കേരളത്തിലാണ് കൂടോത്രം പോയത്. അപ്പൊ ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് ഇതിന്റെ ഒരു കേന്ദ്രം ഇന്ത്യയിൽ, ഈ കൂടോത്രത്തിന്റെ മൊത്തം അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും. വാസ്തവത്തിൽ ഇത് കോൺഗ്രസ് ചെന്നുപെട്ട വലിയ അപജയത്തിന്റെ ഒരു ലക്ഷണമാണ്. ഒന്ന്, അപജയം എന്ന് പറഞ്ഞാൽ കാരണം ഈ ഏത് തരത്തിലും ഒരാളെ കുതികാല് കെട്ടി വീഴ്ത്താം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഈ കൂടോത്രത്തിന്റെ വഴി ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ പോലും പറയും ഇതിലൊന്നും യാതൊരു കഥയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ട കേരളം ഇന്ത്യ ലോകത്ത് മൊത്തമുള്ള. അതായത് മനുഷ്യൻ സൂര്യനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു, ബഹിരാകാശ പഴത്തിൽ താമസിക്കുന്നു, ചന്ദ്രനിൽ, ഇങ്ങനെ ശാസ്ത്രം ഒരു ഭാഗത്ത് വലിയ കുതിപ്പ് നടത്തുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസും സംഘപരിവാറും തമ്മിൽ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ പോലും വ്യത്യാസമൊന്നുമില്ലാന്ന് തെളിയിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണകത്തിന്റെ ആറ്റമിക് പവർ ഉണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം അപ്പുറത്ത് വെക്കുന്നു, കൂടോത്രം വെച്ച് തോൽപ്പിക്കാം എന്ന് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇതിന്റെ ഇവരുടെ നേതാവ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരിപൂർണമായി ത്യജിച്ച് പുള്ളി വിശേഷിപ്പിച്ച വാക്ക് അൺസയന്റിഫിക് ആൻഡ് മെറ്റാഫിസിക്കൽ, ഇതിനെല്ലാം ഒഴിവാക്കണം എന്നാണ്. പൂർണ്ണമായും ശാസ്ത്രത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ റാഷണലിസ്റ്റ് ആയിരുന്നു നെഹ്റു. ഈ നെഹ്റുവിന്റെ ഈ പ്രയോഗങ്ങളെല്ലാം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ വായിച്ചത് കോൺഗ്രസിന്റെ സൈറ്റിൽ നിന്ന് വായിച്ചത്. അപ്പോൾ ആ നെഹ്റുവിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇപ്പോൾ ചില യൂത്ത് കോൺഗ്രസ് KS നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. നല്ലതാണ്. കോൺഗ്രസിനകത്ത് ഈ വൃദ്ധരായ നേതാക്കന്മാർ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഇതല്ല ശരി എന്ന് തിരുത്തേണ്ട യുവ നേതാക്കളാണ്. അപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിട്ടുള്ള വലിയ അപജയത്തിന്റെ ഒരു തലം മാത്രമാണിത്. മുമ്പ് ആദ്യമായിട്ടല്ല, ഇപ്പൊ സുധീറിന്റെ വീട്ടിൽ 9 പ്രാവശ്യം കൂടോത്രം വെച്ചു. 9 പ്രാവശ്യം കൂടോത്രം 2018 അതിനകത്ത് ബോൺവിറ്റ അടക്കം അതിലൊക്കെയാണ് കൂടോത്രം വെച്ചേക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞെന്നു വെച്ചാൽ എത്ര കൂടോത്രം വെച്ചാൽ ആ കാശ് കളയാന്നേ ഉള്ളൂ. അതായത് ഈ നെഹ്റുവിയൻ ചിന്താഗതി കുറച്ചെങ്കിലും ഉള്ള ആളുകളെല്ലാം ഇതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും ഏതാണ്ട് നാമാവശേഷമായി ഈ ഒരു സംഘത്തിന്റെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നിരിക്കുന്നു എന്നുള്ളൊരു വലിയ ദുരന്തമുണ്ട്. ഇതിലിപ്പം യുവ നേതാക്കൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കി, KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ തുടങ്ങിയവരൊക്കെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു എതിർപ്പ് ഈ ഒരു ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള ഒരു എതിർപ്പ് മാത്രമാണ് എന്നുള്ളതാണ്. അവരൊരു സയന്റിഫിക് ടെമ്പറിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ഇത്തരം ഒരു
ഒരു അപജയത്തിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് വിചാരിക്കണം എന്നൊന്നുമില്ല. പകരം അവര് ഈ പറയുന്ന ഈ ഒഴുക്കിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അടുത്ത ഇവർ മുതിർന്ന നേതാക്കളാകുമ്പോൾ വേണമെങ്കിൽ ഇവരും കൂടോത്രത്തിന്റെ ഭാഗമാകും, ഉപയോഗപ്പെടുത്താവുന്ന അവസ്ഥയിൽ നോക്കുന്നുണ്ടാവാം. അത്രേ ഉണ്ടാവുള്ളൂ. ഇതിൽ ദുരൂഹമായ മറ്റൊരു കാര്യമുണ്ട്. അത് ഉണ്ണിത്താൻ്റെ ഒരു എൻട്രിയാണ്. ഉണ്ണിത്താൻ്റെ ഒരു പേഴ്സണൽ മന്ത്രവാദി കോർട്ടിൽ പറയണം, കാരണം മന്ത്രവാദി ഒരു പ്രൊഫഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിയിട്ട് ചെന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ ഏത് അൺഡേറ്റഡ് വീഡിയോ ആണെന്ന് തോന്നുന്നു. ആ ഡേറ്റ് എന്നത്തെ വീഡിയോ ആണെന്നൊന്നും പറയുന്നില്ല. സുധാകരന്റെ ഡേറ്റ് പറയുന്നത് 1.5 വർഷം മുമ്പാണ് പറയുന്നുണ്ട്. 1.5 വർഷത്തെ. അപ്പോൾ 1.5 വർഷം മുമ്പത്തെ വീഡിയോ ഇപ്പോഴെങ്ങനെ പുറത്തു വന്നു? ഉണ്ണിത്താനോട് ചോദിക്കുമ്പോൾ ഉണ്ണിത്താൻ പറയുന്നു എനിക്കതിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിത്താൻ അങ്ങ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതിൽ മൊത്തത്തിലൊരു ദുരൂഹത ഉണ്ട് ഈ കൂടോത്ര വിഷയത്തിൽ കോൺഗ്രസിന്റെ. ദുരൂഹത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൂടോത്രത്തിന്റെ ഈ പദചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് കൂടോപദ്രവം എന്നാണ് ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം. കൂടോപദ്രവം, കൂടം വെച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പോൾ വലിയ ചുറ്റിയല്ലേ? അല്ല, വേറെ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഈ കള്ളനാണയത്തിന് കൂടം എന്ന് പറയും. ഇപ്പൊ ഇതിനകത്ത് കൂടോത്രത്തിൽ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇത്തരം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. വെള്ളാറങ്കല്ല്, പഴയ നാണയം, ശൂലം, ചെമ്പ് തകിട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ള ഇത് വിശ്വാസമുള്ളതും ഭയപ്പെടുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉണ്ണിത്താൻ്റെ പേരിപ്പോൾ പൂർണ്ണമായിട്ടും വലിച്ചടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെളിപ്പെടുത്തിയത് KM മാണി മന്ത്രി ഉള്ള സമയത്ത് ആ വീട്ടിൽ പോയിട്ട് ഈ കൂടോത്രത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നാണ്. ഈ സാറിന് ഇങ്ങനെ ദോഷകാലമാണ്, ഈ പറമ്പിൽ കൂടോത്രമുണ്ട്, കന്നിമൂല കളച്ചാൽ കൂടോത്രം കിട്ടും, അതും പ്രമുഖ കോൺഗ്രസ് നേതാവാണ് ചെന്ന് പറഞ്ഞതെന്നാണ്. അപ്പൊ ഈ പ്രമുഖനിലേക്കാണ് ഇപ്പൊ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. മാണി സാറ് പറഞ്ഞു അതൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഇവിടെ നിന്ന് കളിക്കൊന്നും വേണ്ട, ആ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അതായത് പുള്ളിയെ കൊടുക്കാൻ പറ്റിയില്ല. ഇത് ചെയ്യണ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു നേതാവ് ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുകയും എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ പറമ്പിൽ അല്ലെങ്കിൽ ഈ ഓഫീസിൽ കൂടോത്രം വെച്ചിട്ടുണ്ട്, മറു കൂടോത്രം നമുക്ക് വയ്ക്കാം എന്ന് പറഞ്ഞ ആളെയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഇത് വാസ്തവത്തിൽ ഇത് ഈ ചെയ്ത ആള് തന്നെ അവതരിച്ച് രക്ഷിക്കുന്ന രൂപത്തിൽ വരുന്നതും അങ്ങനെയും ഇവർ ചർച്ചയാണ്, കോൺഗ്രസ്സുകാർ ചർച്ച നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആരെ വിശ്വസിക്കാം എന്നുള്ള പ്രശ്നം കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കോൺഗ്രസിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ. ഇപ്പോൾ അവർ പിന്നെ കേരളത്തിൽ വലിയ ജയമൊക്കെ ജയിച്ചിട്ടിരിക്കുന്ന, പാർലമെൻറ്റ് ജയിച്ചിരിക്കുന്ന സമയമാണ്, വലിയ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുന്നവരാണ്, പുതിയ ജനറേഷനെ ഇവർ ആകർഷിക്കേണ്ട ആൾക്കാരാണ്. ഇവർ ഇത്തരം അന്ധവിശ്വാസ ജടിലമായ ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ കോൺഗ്രസിനകത്ത് പ്രമുഖരാരും ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നിട്ടില്ല. ആകെ ചെറിയ ഫിലിപ്പ് മാത്രം പോസ്റ്റ് ഇട്ടെന്ന് ഒഴിച്ചാൽ കോൺഗ്രസിനകത്ത് അപ്പോൾ ഇതെല്ലാവരും അംഗീകരിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു അവസ്ഥ കോൺഗ്രസിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, CPIM സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിനിടെ കൈ ഉയർത്തിയപ്പോൾ ഈ കൈയുടെ ഈ ട്രൈസെപ്സ് ഭാഗത്ത് ഒരു യന്ത്രം, അത് അദ്ദേഹത്തിൻ്റെ പ്രമേഹത്തിൻ്റെ നില മോണിറ്റർ ചെയ്യാനുള്ള ഒരു മെഷീനായിരുന്നു. ആ വിഷ്വൽ എടുത്തിട്ട് നമ്മുടെ ചാനലുകൾ കൊടുത്ത് ഏലസാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ ആ വാർത്ത ഓടിച്ചു. അവസാനം കോടിയേരി തന്നെ എനിക്ക് തോന്നുന്നു പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന ഒരു റിലീസിലൂടെയാണെന്ന് തോന്നുന്നു അത് നിഷേധിക്കുന്നത്. അത് കോടിയേരി ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കോടിയേരിയുടെ ശരീരത്തിലുള്ള പ്രമേഹം മോണിറ്റർ ചെയ്യുന്ന ഒരു മെഷീൻ, അതിനെക്കുറിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങളൊന്നും പിന്നീട് അതിനെ വളരെ അതൊരു കള്ള വാർത്തയായിരുന്നു. ഇത് റിയാലിറ്റി ഉള്ള ഒരു വാർത്ത പോലും അവർ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് വാസ്തവത്തിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ CPM-നെതിരെ എല്ലാ തരത്തിലുള്ള ഓൾ ഔട്ട് അറ്റാക്ക് നടത്തുന്ന ഒരു സമയത്ത് ഇതൊരു വാർത്ത ആവരുത് എന്നുള്ള ഒരു നിർബന്ധം മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് ഇത് കാണുന്നത്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു കോമഡി ആക്കി ചിത്രീകരിച്ച് തള്ളിക്കളയാം എന്നുള്ള ലെവലിലാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ സുധാകരൻ തന്നെ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ഈ കൂടോത്രം വെച്ചിട്ട് ഞാൻ. അപ്പം പുള്ളിക്ക് ഒരു ഘട്ടത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു ശരീരത്തിൽ, കണ്ണൂർ വീട്ടിലിരിക്കുന്ന സമയത്ത്.
അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ചില മരുന്ന് കൊടുത്തു, തുടർച്ചയായി ചൊറിച്ചിൽ വരുന്നു, ത്വക്ക് രോഗം വരുന്നു. അല്ല മോൺസൺ അതെ, അവിടെ പോയി ചികിത്സിച്ചാണല്ലോ എന്തൊക്കെ. അപ്പോൾ ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് സാധാരണ മനുഷ്യന്മാർക്ക് വരുന്ന രോഗം ചികിത്സ ഉള്ളതാണ്. പക്ഷെ മൂപ്പര് ഇത് ചിന്തിച്ചെന്ന് വെച്ചാൽ ഇത് ആരോ കൂടോത്രം വെച്ചിട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു കൊടുത്തു, അത് അന്വേഷിച്ചു, എന്തൊക്കെ സാധനം കണ്ടെത്തി. ഇതാണ് വസ്തുത. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ നിർബന്ധപൂർവ്വം പിന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിന് ക്ഷീണമാവും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് വലിയ പാതകമാണ് ചെയ്യുന്നത്. ഈ സൊസൈറ്റിയോട് ചെയ്യുന്ന വലിയ പാതകം. മാധ്യമങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം കിട്ടുമ്പോൾ അത് ചർച്ചയായിരിക്കുക എന്നുള്ളത് താല്പര്യത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണെങ്കിൽ കൂടി വലിയ ദ്രോഹം ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും വിദ്യാസമ്പന്നരായ വളരെ മുതിർന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ഈ ഒരു കൂടോത്രത്തിൽ വിശ്വസിക്കുകയും ഇനിയിപ്പോൾ കൂടോത്രം ഫലിക്കുകയാണെങ്കിൽ മറു കൂടോത്രം ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന, അതിനുവേണ്ടി ആൾക്കാരെ സജ്ജരാക്കി നിർത്തുന്ന, ഇതിൽ കോൺഗ്രസിൻ്റെ സുധാകരൻ പ്രായം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. രോഗം മാറാനുള്ള കൂടോത്രമാണോ ഇനിയിപ്പോൾ സുധാകരൻ്റെ രോഗം മൂർച്ഛിക്കാനുള്ള കൂടോത്രമാണോ എന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ എന്നല്ല, കേരള സമൂഹത്തിൽ തന്നെ ഇത്തരം ഒരു പ്രവണത, ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ ഒരു ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ വാക്കാണ് കറക്റ്റ്. കേരളത്തിന് അപമാനകരമാണ് ഈ സംഭവം. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അപമാനകരം തന്നെയാണ്, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ ഒരു സംഗതിയെ. ഇത്രയും വിദ്യാസമ്പന്നരായ മനുഷ്യരാണ്, അല്ലെങ്കിൽ ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരാണ്, ബോധമുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഇത്തരം ഈ അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ വല്ലാതെ കുടുങ്ങിപ്പോകുന്നു എന്നുള്ള വളരെ ദയനീയമായൊരു ചിത്രമാണ് ഈ കൂടോത്ര വിവാദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. ഏതായാലും ഫാക്ട്സ് ആൻഡ് കട്ട്സ് ശ്രമിച്ച മുഴുവൻ പേർക്കും നന്ദി, നമസ്കാരം.